ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പുളിഞ്ചി. അപ്പൊ നമ്മൾ ഇന്ന് വന്നത് എന്താന്ന് വെച്ചിരുന്നു, വളയാണ്. ഇവള് വളയല്ല എടുത്ത് വെച്ചു. ഇത് ഇന്നലെ നമ്മള് മാർക്കറ്റിൽ പോകുമ്പോ വാങ്ങിച്ചിട്ടുണ്ടായ വളയാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഇവക്ക് പാകമായിരിക്കൂലാണ്, അപ്പോഴത്തേക്ക് കറക്റ്റ് സൈസ് ആയി. അപ്പൊ എനിക്ക് ലേസ് റൈമ കണ്ട് ഞാൻ വിചാരിച്ചു ഇത് പെർഫെക്റ്റ് ആയിരിക്കും. അതല്ല, ഇത് ഇല്ല, എന്താ ചെയ്യുന്നത്, സ്ട്രെച്ചിങ് ആവുന്നില്ല. നോക്കേ, ഓള് ഇന്നലെ കൊറേ അത് ഉപയോഗിച്ചിട്ട് കളിച്ചു. നോക്ക് ഇങ്ങനെ സ്ട്രെച്ചിങ് ആവുന്നില്ല, ഇങ്ങനെ പൊട്ടുന്നത് കണ്ട. അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോ എടുത്ത് എന്താന്ന് വെച്ചാല്, ഇന്ന് സാനു വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇവള് പറഞ്ഞു എനിക്ക് ക്ലേ വേണമെന്ന് പറഞ്ഞിട്ട് അവള് തന്നെ പോയിട്ട്, ഇതിന്റെ പേരെന്താ സാനു? സൂപ്പർ ക്ലേയാ. യെല്ലോ, ഇത് കളറല്ല, സൂപ്പർ ക്ലേയാ. എന്തോ ഈ കവറിൽ വാങ്ങിച്ചിട്ട് വന്നു. അപ്പൊ ഇവള് അത് വാങ്ങിച്ചു വന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് അവള് എന്തൊക്കെയോ ഉണ്ടാക്കാൻ പഠിപ്പിച്ചതാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇവള് ഇത് വെച്ചിട്ട് എന്തൊക്കെയാ ഉണ്ടാക്കുന്നേ. ഞാന് എന്താ ചെയ്തത്, ഞാൻ യെല്ലോ കൊണ്ട് ബനാന, പിന്നെ മാംഗോ ആക്കും, പിന്നെ ഗ്രീനും, പിന്നെ വൈറ്റും, അതിനെ കൊണ്ടെല്ലാം എന്തെങ്കിലും ഉണ്ടാക്കും. നമുക്ക് നോക്കാം ഇവള് എന്തൊക്കെയാ ഉണ്ടാക്കുന്നേ. അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് നോക്കാം ഇവള് എന്തൊക്കെയാ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ സാധനം ഉണ്ടാക്കിക്കോ, ഞാൻ ഇതെല്ലാം ഇങ്ങോട്ട് എടുത്ത് മാറ്റാം. കൊറേ ഉണ്ട്, എന്തൊക്കെയോ കളറുണ്ട്. സ്ലൈമ് കണ്ടല്ലോ, ഇവക്ക് തായ്ക്കുമ്പോ വെള്ളം കുടിക്കാൻ വേണ്ടിയുടെ ബോട്ടിലാണ് വെച്ചിട്ട് സാധനം ഉണ്ടാക്കാൻ തുടങ്ങിക്കോണാൽ. അമ്മ ഇവിടെ ഇരുന്നിട്ട് നോക്കാം. എന്റെ ടാലന്റ് നോക്കിക്കോ നിങ്ങൾ. ആദ്യം ഉണ്ടാക്കുന്നത് അമ്മ ദോശ. പച്ച ഉണ്ടാക്കും, പച്ച കളർ. അമ്മ അത് ലീഫ് വാങ്ങും. ഓ, വാഴയിലയില് ദോശ ഉണ്ടാക്കുന്നല്ലേ? ഓ, അടിപൊളിയാന്നല്ലോ. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നീ വാഴയില ഉണ്ടാക്കും അല്ലേ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? കുറച്ച് വലിയ ഇലയാക്കണ. നമുക്ക് ഇത്രയും ക്ലേ വേണം, പിന്നെ കുറച്ച് ഇങ്ങനെ ആക്കണം, പിന്നെ ലീഫിന്റെ ഷേപ്പില് പരത്തിയെടുക്കണം അല്ലേ? ആ, ശരിക്കും നിങ്ങൾക്ക് പ്ലേറ്റും ഉണ്ടാക്കാൻ പറ്റും. ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടാക്ക്. എന്താ വാഴയല്ല? വാഴയല്ലേന്റെ നടുക്ക് ചെറിയ ഒരു വര 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 പോലെ ഉണ്ടാവില്ല, എല്ലാ ഇലേന്റെയും അതുപോലെ ആക്കുന്നല്ലേ സണ്ണി? സൂപ്പർ. നമുക്ക് എന്ത് ചെയ്യണം, അതായത് വൈറ്റ് എടുക്കണം. ഇത്രയും വൈറ്റ് എടുത്തിട്ട് ഗോൾ 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 ആക്കണം. പിന്നെ വാ ഞാൻ ഒരു വീഡിയോ കൊണ്ടുവരി, അതായത് ഒരു പെണ്ണില്ലേ ദോശ ഉണ്ടാക്കുന്നേ ക്ലേനെ കൊണ്ട്. പിന്നെ അവനെന്ത് ചെയ്യുന്നത്, അതിൽ സ്കിൻ കളർ അടിപൊളി. കാരണം ദോശ പ്യോർ വൈറ്റ് ആയിരിക്കില്ലല്ലോ. ഓ, അടിപൊളി, സൂപ്പർ. കുറച്ചായി നമ്മള് ഇപ്പൊ ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട്. ദോശ ഇഡ്ഡലി ഒക്കെ ഉണ്ടാ? ദോശന്റെ കൂടെ എന്താ ഉണ്ടാക്കുന്നേ? ഇഡ്ഡലി. അങ്ങനെയല്ലടാ, ദോശന്റെ കൂടെ സബ്ജി. ഏത്? ചട്നി. ഇത് വലിയ ദോശ, ഇതേപോലെ വലുതാക്കട്ടെ ദോശ. പിന്നെ നമുക്ക് കട്ടോരി വേണ്ടേ, അതായത് എന്താ പറയാ, പാത്രത്തിന് മലയാളത്തിൽ എന്ത് പറയുന്നത്? ബൗള് പറഞ്ഞാ മതി. ചട്നി എടുക്കുന്ന പാത്രം അല്ലേ? കോപ്പ, നമ്മള് കോപ്പാന്ന് പറയും.
കോപ്പ പണ്ടാ ഗൈസ് ഇങ്ങനെ വെക്കാം നമുക്ക്. കുഞ്ഞു പാത്രം. ഞാൻ വലിയ ഗൈസ് ഇത് 2 ദോശ. പിന്നെ ഞാൻ ചട്നി ഉണ്ടാക്കാൻ ഞാൻ ഈ കളർ. ഏത് ചട്നിയാ? തേങ്ങാ ചട്നിയാണോ അല്ലെങ്കിൽ ഓറഞ്ച് ചട്നിയാണ്? തക്കാളി ചട്നി. ഇതിൽ ഓറഞ്ച് ഇല്ല, അതുകൊണ്ട് ഞാൻ സ്കിൻ കളർ. സ്കിൻ കളറാ? ഓറഞ്ച് തന്നെയല്ലേ, പീച്ച്. അപ്പൊ ഇതേതാ കളറ്? പിന്നെ ഇതാ ഇത് ഈ ബ്ലാക്കിന്റെ അടിയല്ലേ? അതും സ്കിൻ കളർ. സ്കിൻ കളറാമാ. ശരി ശരി. ഇനി അടുത്തത് ഇവള് ചട്നി അല്ലേ? ആ ബൗളില്, റെഡ് ബൗളില് ചട്നി ഉണ്ടാക്കി. വലിയ ദോശയും ചെറിയ ദോശയും. അതായത് വലിയ ദോശയും വലിയ ദോശ ചെറിയ ദോശ. അതായത് ചെറിയ ദോശന്റെ അമ്മയാണ് വലിയ ദോശ. അങ്ങനെ വാഴയിലയില് ഇവള് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. ദോശയും ചട്നി കാണിച്ചു തരാം. ഇവള് ദോശ ഉണ്ടാക്കി. ചെറിയ ദോശയും വലിയ ദോശയും ആ ചുവന്ന കളറ് പാത്രത്തില് ചട്നി. അപ്പൊ ഒന്നാമത്തെ ഇത് റെഡി ആയല്ലേ സാൻവി? വാഴയിലുള്ള ദോശയും ചമ്മന്തി. ഇനി അടുത്തതും വാഴയിലല്ലേ തന്നെയാ? അടുത്തതും വാഴയിലല്ലേ തന്നെ. എന്നാ ഉണ്ടാക്കുന്നത്? ഇഡ്ലി. ദോശ ഉണ്ടാക്കി. ഇനി ഇഡ്ഡലി. ഇഡ്ഡലിക്ക് വലിയ വാഴയില. വാഴയിലെല്ലാം ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് ആക്കുന്നു. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ? ഇത് ഈനെക്കാട്ടും നല്ലതാ. ഞാനടുത്ത് കുറേ കാട്ടി വന്നതാണ്. ഇഡലി ദോശ. ഒരു ദിവസം ഞാൻ ഇത് ഉണ്ടാക്കി. പിന്നെ അമ്മ അതേതോ കവറിലിട്ട് വെച്ചിട്ട് കൂടുതൽ കവറിലെല്ലാം ബാഗിൽ ഒരു ഇഡലിയായി. രണ്ട് ഇഡലി. എനിക്ക് 3 ഇഡലി വേണം. 3 ഇഡലി ആയിരുന്നു ഞാൻ ഉണ്ടാക്കാൻ പോയത്. ഇഡലിന്റെ കൂടെ എന്താ അമ്മ? ഇഡലിന്റെ കൂടെ സാമ്പാർ. അമ്മ യെല്ലോ രണ്ടും മിക്സ് ഓറഞ്ച്. റെഡു പിന്നെ യെല്ലോ മിക്സ്. റെഡും യെല്ലോ മിക്സ് ചെയ്തിട്ട് ഓറഞ്ച് കളറാക്കി അല്ലേ? എന്നിട്ട് എന്താ ഉണ്ടാക്കുന്ന നീ? അമ്മ ബൗളില് ചട്നി. ഇഡലിക്ക് ചട്നി ഉണ്ടാക്കുന്ന? ചട്നി സാമ്പാർ. സാമ്പാറിന് എന്തൊക്കെയോ കഷ്ണങ്ങളൊക്കെ വേണ്ടേ? അതെനിക്കറിയില്ല. ഇത് വേറെ സ്പെഷ്യൽ സാമ്പാർ. ശരി, ഓക്കെ. ഇത് 3 ഇഡ്ഡലിയും സാമ്പാർ കുറച്ച് ശരിയായില്ല അല്ലേ? അവിടെ ദോശയും ചമ്മന്തിയും ഇഡലിയും പിന്നെ സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത എന്താ നോക്കാം നമുക്ക്? അടുത്ത മാംഗോ. ഇന്ന് നമ്മൾ മാംഗോ ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. ബനാന മാംഗോ ആക്കുന്നില്ല, ബനാന. മാംഗോ ഉണ്ടാക്കാൻ കുറച്ച് ഡിഫിക്കൽട്ട്. അല്ല മാംഗോ അല്ല, അത് ബനാന ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അടിപൊളി ഉണ്ടാക്കിയാ? അടിപൊളി ഷേപ്പിലാക്കിയല്ലോ. ഗുഡ് അല്ലേ? നല്ല കറക്റ്റ് ഷേപ്പ് കിട്ടി. ഇങ്ങനെ ഇരിക്കാനേ ബനാനന്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഒരു ബനാന വേണം. അതെന്താ ബ്ലാക്ക്? അമ്മ എന്റെ രണ്ടെണ്ണം ഉണ്ടാവും അതിന്റെ. ഗൈസ് ഒരു ബനാനയായി. 2 ബനാന ആക്കണം. ബനാന ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ. കണ്ടാ? അടിപൊളി, സൂപ്പർ. ദോശ, ചട്നി, ഇഡലി, സാമ്പാർ, പിന്നെ ഇത് ബനാന. 2 ബനാന. ഒന്നും കൂടെ ഉണ്ടാക്കുന്നുണ്ട് ബനാന. ഉണ്ടാക്കിയാ ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ. ഞാൻ ഇത് കാണിക്കുമ്പോഴത്തേക്ക് അവള് 2ാമത്തെ ബനാന ഉണ്ടാക്കി. 3 ബനാന ഉണ്ടാക്കുന്നുണ്ടാ? അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തുണ്ടാക്കും? നിങ്ങൾ ഗസ് ചെയ്യ്. എന്ത്? ഇത് കുറച്ച് കുഞ്ഞുങ്ങളായി
കുഞ്ഞുങ്ങളായ അങ്ങനെ തന്നെയാണ്. ഇത് എവിടുന്ന സാധനം പഠിച്ചത്? ഇതാ ഒറ്റക്ക് പഠിച്ചത്. അടിപൊളി. പഠിക്കാണ്ട് പഠിച്ചതാണ് ഞാന്. അവള് ഇത് കുറച്ച് അത് കുറച്ച് ശരിയായിട്ടില്ല. ഇത് അടിപൊളിയായി. ഈ ബനാന ഇത് നേന്ത്രപ്പഴം പോലെയില്ലേ? ഏതാ വലുതാ? ഇത് നേന്ത്രപ്പഴം, ഇത് റോബസ്റ്റ്, നമ്മൾ കേരളത്തിലെ ചെറിയ പഴം. 3 ബനാനയാക്കി. ഇനി എന്താ ഉണ്ടാക്കുന്ന? സ്വീറ്റ് കോൺ. സ്വീറ്റ് കോൺ. ഇനി എന്നാ സാധനം സ്വീറ്റ് കോൺ ഉണ്ടാക്കുന്നത്? അതായത് സ്വീറ്റ് കോൺ ഇങ്ങനെ കട്ട് ചെയ്യൂലേ, ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ വെക്കാൻ പോവാണ് ഗായ്സ്. ഞാനിന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട്. സ്വീറ്റ് കോൺ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടല്ലേ? എന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇല്ലേ ഒരാളെ അറിയാമെങ്കിൽ ഒരാൾ ചെറിയ ആളാന്ന് പേരാണ് അർഷിയ ഗസ്വാനി. नामले എൻ്റെ കുട്ടികൾ പറയുന്നുണ്ട് तू कितना बोलती है, तूने इतनी बोलती है, चपटर करती. This is my sweet corn. അടിപൊളി. നന്ദി, നമസ്കാരം. ത്രാസ്തു. സ്വീറ്റ് കോൺ, ബനാന, ദോശ, ഇഡ്ഡലിയും സാമ്പാറും. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോവാന്ന് കുറച്ച് വെജിറ്റബിൾ ഉണ്ടാക്കിയാലോ. 2 വെജിറ്റബിൾ. പൊട്ടറ്റോ ഉണ്ടാക്കാം. ഫാസ്റ്റ് അല്ലേ പൊട്ടറ്റോ? അതെ, പൊട്ടറ്റോ കളറാണോ ഉണ്ടാവോ? അത് കുറച്ച് ലൈറ്റ് ആക്കണ്ടേ? ആക്കണം. അതിന് നമ്മൾ അതിന്റെ കൂടെ എന്താ എടുക്കുന്നേ? സ്കിൻ കളറും വേണം ഗൈസ്. അത് മിക്സ് ചെയ്താൽ എന്ത് കളറും എനിക്ക് തന്നെ അറിയില്ല ഗൈസ്. നോക്കാം. എന്നാ വൈറ്റ് എടുത്തു നോക്കി കൂടെയായിരുന്നു. ഞാൻ അതന്നെ ആയിരുന്നു മനസ്സിൽ വിചാരിച്ചത്. അതെങ്ങനെയല്ലേ ഉണ്ടാവുക പൊട്ടാറ്റോന്റെ കളറ്? കുറച്ചുകൂടെ ലൈറ്റ് വേണ്ടേ? നമ്മൾ 2 പൊട്ടാറ്റോ ഉണ്ടാക്കുന്നത്. ബേബി പൊട്ടാറ്റോ, സ്മോള്, ചെറുത്. ഇങ്ങനെ പൊട്ടാറ്റോ ഗൈസ്. നമുക്ക് ഇല്ല എത്ര ബ്രൗൺ ആണ് അത്ര സ്കിൻ കളർ കൊടുക്കണം. സ്കിൻ കളറിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു വൈറ്റ് ആയിരിക്കും കുറച്ചുകൂടെ മാച്ച് ചെയ്യാൻ. പൊട്ടാറ്റോ, ബേബി പൊട്ടാറ്റോ. ആലു ഖാവോगे? ഈ ഒരു ദിവസം കമന്റില് അല്ലേ ആലു ഖാവോगे? ഒരു ദിവസം ഒരു മൈൻക്രാഫ്റ്റ് ക്യാരക്ടർ പറഞ്ഞു ആലു ഖാവോगे മാത്രം. അത് ഇല്ല എല്ലാരും കേട്ട് പറഞ്ഞ് ആലു ഖാവോगे. പിന്നെ ട്രിഗർ പറഞ്ഞു ഏത് ആലു ഖാവോगे ക്യാ ചൽ रहा है भाई? അതല്ല, അതായത് 3 ബനാന, ഒന്ന് സ്വീറ്റ് കോൺ, പിന്നെ ഒന്ന് പൊട്ടാറ്റോ. 5 പൊട്ടാറ്റോ. ഇനി എന്തെങ്കിലും ആക്കുന്നുണ്ടോ? ബ്രിഞ്ചാൾ ആക്കുന്നു. ഇത് എല്ലാരും അമ്മേനോട് പറയും. വേണ്ട പറയുന്നുണ്ടെങ്കിൽ വിട്ടേ ഉണ്ടാക്കണ്ട. എല്ലാ ഫ്രണ്ട്സും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പ്രോമിസ്. ക്ലേ കൊണ്ട് ക്ലേ നല്ല ഡേഞ്ചറസ് ആണ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈ കഴുകാൻ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ബ്രിഞ്ചാൾ ഉണ്ടാക്കി. അപ്പൊ സാധനം ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കിണ്ടല്ലേ? ഇതാ ബ്രിഞ്ചാൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ബനാന ഉണ്ടാക്കിയിട്ടുണ്ട്, സ്വീറ്റ് കോൺ ഉണ്ടാക്കിയിട്ടുണ്ട്, പൊട്ടാറ്റോ, ദോശ, ഇഡലി. അപ്പൊ ഇത്രയും സാധനങ്ങളാണ്
സാനു ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കിയത് അല്ലേ? ഫാസ്റ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സാധനം കൂടെ ഉണ്ടാക്കാനുണ്ട്. അതാണ് പിങ്കും പിന്നെ സ്കിൻ കളറും കൂടിയിട്ട് എന്ത് ഐസ്ക്രീം. ചൂടുകാലായില്ലേ ഐസ്ക്രീം. സ്ട്രോബെറി. പിന്നെ നമുക്ക് എന്താ ചെയ്യണ്ടേ? പിങ്ക് കളറ് ആ ക്ലേ എടുക്കുക. പിന്നെ എനിക്ക് ഈ വീഡിയോ ഇല്ല ഏത് വൈൻഡ് ചെയ്യാനേ തോന്നില്ല. എനിക്ക് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കണം ഗൈസ്. ബാക്കി നമുക്ക് വേറെ വീഡിയോയിൽ ഉണ്ടാക്കാം അല്ലേ? ഇത് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നു ഗൈസ്. ഞാൻ എത്രയും എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ കച്ചാലും ഗൈസ് ഞാൻ ക്ലേ വെച്ചിട്ട് ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കി, അതും ഫാസ്റ്റില്. അപ്പൊ എനിക്ക് ഈ വീഡിയോ ഇവിടെ തന്നെ നിർത്താൻ എനിക്ക് തോന്നുന്നില്ല ഗൈസ്. എന്തെങ്കിലും ഉണ്ടാക്കാൻ തോന്നുന്നു എനിക്കിപ്പം. ഞാൻ ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യാം. പിന്നെ ഗൈസ് ഞാൻ ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് ഇത് നിങ്ങളുടെ വീട്ടില് സൂപ്പർ ക്ലിയർ വാങ്ങിച്ചിട്ട് ഇത് ട്രൈ ചെയ്യണം പറഞ്ഞാൽ ചെയ്യണം.